നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുളിയിഞ്ചിയാണ്. ഇതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് 2 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വയ്ക്കുക. ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 2 ആണി വെല്ലം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ശർക്കര പാനിയാക്കി എടുക്കുക. ഇത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചി വളരെ ചെറുതായി അരിയാൻ ശ്രദ്ധിക്കണം. പിന്നീട് ഒരു പാൻ എടുത്ത് ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇത് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 200 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നീട് 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് നന്നായി വഴറ്റി കൊടുക്കുക. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കുറുക്കിയെടുക്കുക. നല്ലപോലെ കുറുകിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി.